എടാ ദിസ് ഈസ് ഇത്. എടാ നമുക്കിതിനെ അൺടോൾഡ് സ്റ്റോറീസ് എപ്പിസോഡ് 8 വയ്ക്കാം. കുറച്ച് നാളായി അൺടോൾഡ് സ്റ്റോറീസൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയം തൊട്ടേ എനിക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന 2 സിനിമകളാണ് കൂലിയും വാർ 2. ഈ 2 അപരാധവും ഇന്ന് ഇറങ്ങിയിട്ട് 1 വർഷമായി. അപ്പം ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഒരു പൊടിക്ക് ലോങ് ആവും. സോ ഒന്ന് കേൾക്കാനായിട്ട് ഇരിക്കുക. ഓക്കെ. സോ ഫസ്റ്റ് കൂലി. ലോകേഷ് അങ്ങ് കാര്യമായിട്ട് പടച്ചടിച്ച് നാട്ടുകാരുടെ 150 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് വാല്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാവുന്നതിൻ്റെ ഹൈപ്പ് മാക്സിമം കൊടുത്ത് ഒരു കൂലി എന്ന് പറഞ്ഞാൽ 100 ഭാഷയ്ക്ക് സമമാണെന്ന് പറഞ്ഞ് എന്നത് നാഗാർജുനാവാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരും കുറേ ഹൈപ്പ് കൊടുത്ത് എല്ലാ സൈഡിൽ നിന്നും കൊടുക്കേണ്ട രീതിയിലെല്ലാം കൊടുത്ത് അവസാനം നാട്ടുകാർക്ക് മൊത്തം അടിച്ചെണ്ണാക്കി കിട്ടിയൊരു പടമാണ് കൂലി. ഓക്കെ. അപ്പം ഞാൻ, എൻ്റെ ബ്രദർ, എൻ്റെ 2 ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാം കൂടെ രാവിലെ 6 മണിക്ക് ട്രിവാൻഡ്രത്ത് കൈരളി ശ്രീനിലയിൽ പോയി FDFS രാവിലെ 6 മണിക്ക്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ചെന്നു. കയ്യടി, ആർപ്പുളി, ബഹളം. അയ്യോ, റോഡിൻ്റെ നടുക്കിട്ട് കയറുന്നതിന് മുമ്പേ റോഡിന് നടുക്കിട്ട് പടക്കം പൊട്ടിക്കുന്നു, ആർപ്പ് വിളിക്കുന്നു, അങ്ങനെ ബഹളം തന്നെ. അങ്ങനെ പടം കയറി കണ്ടു. എന്തൊക്കെയായിരുന്നു തിയറീസ്. അത് മറ്റേ ടൈം ട്രാവലിൻ്റെ ചെയറാണ്, മറ്റേ അതിലിരിക്കുമ്പോൾ കയറി അങ്ങ് വേറെ എങ്ങോട്ടാ പോവും, LCU അല്ലാന്ന് പറഞ്ഞു. എന്നിരുന്നാലും LCU തിയറീസ് വേറെ എന്തൊക്കെ പറഞ്ഞു ഊക്കുകൾ. അങ്ങനെ പടം കണ്ട് ഈ പറഞ്ഞതുപോലെ കൂട്ടുകാരൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞ് പിന്നെ അതിനുശേഷം ബോഡി കരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ബോഡി കരിപ്പ് തന്നെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അണ്ടർടേക്കറായിട്ട് വരുന്ന നമ്മുടെ സൗബിൻ. അതെത്ര കൊന്നാലും കല്ലിലരച്ചാലും ചാവാത്ത ഒരു സാധനം. പിന്നെ ശ്രുതിഹാസന കോമഡി പീസ് എന്ന് വെച്ചാൽ എത്ര മണ്ണിൽ പുതച്ചിട്ടാലും ചാവൂല. എന്നിട്ട് അവനെ നമ്പി, വില്ലനാണ് എന്നിട്ടും അവനെ നമ്പി ശ്രുതിഹാസന കൂടെ വിടുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ കയറി വന്ന ഒരു പെണ്ണ്, ഏജൻറ്റീന കണക്കിന് കളിക്കായിരുന്ന ഒരു പെണ്ണ് വന്ന് ബോഡി അരിക്കുന്നു. പിന്നെ അവസാനം ബീഡിയൊക്കെ കോമഡി. എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞാൽ കൂട്ടച്ചിരിയായിരുന്നു തിയേറ്ററിൽ കാണാൻ പോയ സമയത്ത്. എന്ന് പറഞ്ഞാൽ ആ അവസാനം പടം മൂഞ്ചി എന്നുള്ളത് മനസ്സിലായി. ഇൻ്റർവെല്ലായപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ യാവനെ വിളിച്ചുകൊണ്ട് പോകണുണ്ട് അവിടെ, ലോകേഷ് മുഞ്ചിച്ച് തന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പടം തേഞ്ഞു കയ്യിൽ നിന്ന് പോയി. അവസാനമായപ്പം അമീർ ഖാൻ വന്ന് ഇതിലെങ്കിലും പ്രതീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യടിയൊക്കെ തുടങ്ങി. പിന്നെ കയ്യടി എന്ന് പറഞ്ഞാൽ കൂവി വിളിയായി. എന്തൊരു ബീഡി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ബീഡി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ്. ആകെപ്പാട ആ പടത്തിൽ വെറുത്തായിട്ട് തോന്നിയത് ഫ്ലാഷ് ബാക്ക്. ലിയോയിൽ ഫ്ലാഷ് ബാക്ക് കൊള്ളൂല എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ ഫ്ലാഷ് ബാക്ക് മാത്രമേ കൊള്ളാവുള്ളൂ. അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ പടം കണ്ട് തേഞ്ഞ് അന്ന് തന്നെ നൈറ്റ് ഞാനും എൻ്റെ ഒരു കസിനും കൂടെ ലുലു മാളിൽ പോയപ്പം ഒരു ഫാമിലി ഞങ്ങളെ വന്ന് കോയിൻസിഡൻസിലി കണ്ടു. അവരിങ്ങനെ കൂലീരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ വിചാരിച്ച് പടം എങ്ങനെയുണ്ടെന്നാണ്. ഞാൻ വിചാരിച്ചു കൊള്ളൂലേരെ ഇങ്ങനെ പറയാനായിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കൂലീരെ ടിക്കറ്റ്സ് ഇരിപ്പുണ്ട്, അവിടെ ഷോ തുടങ്ങി. ഇപ്പം PVRലാണല്ലോ, അവിടെ ആഡ് ഇടുമല്ലോ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പിള്ളേരെ കൊണ്ടുവന്നുകൊണ്ട് എയർ റൈറ്റഡ് ഒന്നും പറയണില്ല, എയർ റൈറ്റഡ് ആയതുകൊണ്ട് പിള്ളേരെയും കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും എൻ്റെ കസിനും കൂടെ ഇരുന്ന് കണ്ട്. എന്ന് പറഞ്ഞാൽ ശ്മശാന മൂകത. ഒരൊറ്റ മനുഷ്യർക്ക് ഒരു ആവിയില്ല, അനക്കവും ഇല്ല. ആകെപ്പാടെ ഞാൻ മാത്രമാണ് അവിടെ കയ്യടിയും വിളിയും ബഹളമൊക്കെ. അവസാനം ബീഡിയുടെ ഡയലോഗ് വന്നപ്പോൾ എല്ലാണോ പൊട്ടിച്ചിരിച്ചു. അതുവരെ സൈലൻറ്റ്. ഓക്കെ. കൂലി അതങ്ങനെ. എന്നിട്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ എരുതിയിൽ നിന്ന് വെറുചട്ടിയിലേക്ക് പോണ അവസ്ഥയായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾ ഏരീസ് ഫ്ലെക്സിൽ ചെന്ന് രാവിലെ തന്നെ ഈ ഷോ കഴിഞ്ഞ് വാർ 2 ചെന്നിരുന്ന് കണ്ട്. അടേങ്കപ്പ പ്രമാദം. ഇതിൻ്റെ പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്കൊക്കെ വന്നപ്പോൾ അതങ്ങ് പോയി കിട്ടി. ട്രെയിലർ കണ്ടപ്പോഴും വലിയൊരു സുഖമൊന്നും എനിക്ക് തോന്നിയില്ല. YRF പടം അല്ലേ, സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്ഥിരം കലാപരിപാടി സാധനങ്ങളൊക്കെ തന്നെയെന്നുള്ളത്. വാർ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു രോമാഞ്ചമാണ്. ഓക്കെ. അതിൽ ഹൃതിക് റോഷൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഗൂസ് ബംസ് ഇങ്ങനെ അടിച്ചങ്ങ് കയറും. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ പോയി ഏരീസ് ഫ്ലെക്സിൽ Audi 5 ഞങ്ങൾ കാണാൻ കയറിയത്. അപ്പം ഹൃതിക് റോഷൻ എൻട്രി ആയപ്പോഴേ കയ്യിൽ നിന്ന് പോയോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അത് NTRൻ്റെ എൻട്രി വന്നപ്പോൾ ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. എൻ്റെ അടുത്ത് ഇടയിൽ 2 പയ്യന്മാർ ഇരിപ്പുണ്ടായിരുന്നു. അവന്മാർ എനിക്കൊന്ന് കണ്ടിട്ട് കോളേജ് സ്റ്റുഡൻസോ എന്തോ ആണെന്നാണ് തോന്നുന്നത്.
അവന്മാർ കിടന്നു അലപ്പ് വിളി, അണ്ണയ്യ ഒച്ചാറു എങ്ക അണ്ണയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ തെലുങ്കിൽ കിടന്ന് വിളി. ഞാനൊക്കെ ദൈവമേ ഇതെന്തൊരു പടം. ഒരു പോയിന്റ് കഴിഞ്ഞ് എന്തെന്തൊക്കെ നടക്കുന്നു, കാറ് പറക്കുന്നു, ട്രെയിനിൽ കൂടെ പോകുന്നു, അവിടെ നിന്ന് എടുത്ത് ചാടുന്നു, ആവശ്യമില്ലാത്ത കുറേ കത്തി, കുറേ അവൻ്റെ കാവു തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നൊസ്റ്റാൾജിയ വേറെ, ഇവർക്കൊരു ഫ്ലാഷ് ബാക്ക്, അനാവശ്യമായിട്ട് എന്തൊക്കെയോ പോണ്. എന്നിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇതെന്തരെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി തല ചൊറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരുത്ത അതേ പോസിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ആ ഒരു ടൈമിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം ആ ഒരു ടൈമിൽ തന്നെ രക്ഷപ്പെട്ട ഒരുത്തമുണ്ട്, കൂലിക്ക് വന്ന് രക്ഷപ്പെട്ട. അങ്ങനെ ഞാൻ ഇവിടുന്ന് മെസ്സേജ് അയക്കുന്നു, അവൻ അവിടുന്ന് മെസ്സേജ് അയക്കുന്നു, ഇടയിൽ പടം കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ മനസ്സിലായി. അവന്മാർ അതായത് ഈ തെലുങ്ക് ടീംസുകൾ പടം തീർന്ന് മൂഞ്ചി തുപ്പിയെന്ന് മനസ്സിലായി. അവന്മാരിരുന്നോട് പറയണ് ഫസ്റ്റ് ഹാഫ് ചാല സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് ചാല ഭാഗാവുന്തി. ഞാൻ ആലോചിച്ചത് സെക്കൻഡ് ഹാഫാണ് കാട്ടവരാതം, അത് അവന്മാർക്ക് ഭാഗാവുന്തി കിടിലമാണെന്ന്. അങ്ങനെ പടം കണ്ട് പുറത്തിറങ്ങി. ഓക്കെ, അന്ന് ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ക്രിയേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അവന്മാർ വന്ന് പടം അങ്ങനെ എടുത്തു. കവരാതം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കാട്ടവരാതം പടം വേറെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയൊക്കെയോ വിളിച്ച് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുവിധപ്പെട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് ആ ഒരു റീൽ എനിക്ക് ഇങ്ങെടുത്ത് ഷെയർ ചെയ്തു. നല്ല പരിചയമുള്ള മുഖം, ഇവിടെ നിൻ്റെ മറ്റേ റിവ്യൂ അവരാധിക്കുന്ന വീഡിയോ വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവിടെ വെറുത്തു പോയടേ, എരുതിയിൽ നിന്നും വെറുചട്ടിയിലേക്കൊന്ന് പോയി. ഒരു ദിവസം തന്നെ 2 കരണം നോക്കി പൊത്തി അടിച്ച കണക്കിനുള്ള 2 വാപ്പിളി പടങ്ങൾ. ഇതിന് ശേഷമാണ് ഈ കൂലിക്ക് ശേഷമാണ് ലോകേഷിൻ്റെ കണ്ടകശനി തുടങ്ങിയത്. വരണവനും പോണവനും എല്ലാം മീമിട്ട് അറക്കുന്നു. അതങ്ങനെ വാർ 2 പൊട്ടിത്തള്ളിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ അതിന് ശേഷം ഇരുന്ന അതൊക്കെ പടങ്ങൾ ക്യാൻസൽ ചെയ്തു. എന്തൊക്കെ ആയിരുന്നു. അവസാനം തട്ടിപ്പോവാറായിരുന്ന NTRൻ്റെ സ്ക്രിപ്റ്റ് തിരുത്തി അവസാനം തിരിച്ചു കൊണ്ടുവന്ന് അതിനുശേഷം കുറേ കോണ വർത്തമാനങ്ങൾ, അവസാനമൊക്കെ സ്പീച്ചാണ് ചാവാറായി കിടക്കുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ 2 അപരാധങ്ങളെ പറ്റിയിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് അൺടോൾഡ് സ്റ്റോറീസ് എപ്പിസോഡ് 8.